ഈ പുരാതന അടുപ്പിൽ തികച്ചും വ്യത്യസ്തമായിട്ട് ഈ ദമ്മിട്ട് വെച്ചേക്കുന്ന ഈ ബിരിയാണി ഉണ്ടല്ലോ, അതെൻ്റെ മേക്കിംഗ് ആണ് കേട്ടോ. അടുപ്പ് അച്ഛൻ നമ്മുടെ ജാതിക്കായും അതുപോലെ കൊടംപുളിയൊക്കെ ഉണക്കാൻ എടുക്കുന്ന അടുപ്പാണ്. പക്ഷെ അതിനെക്കൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ഗുണങ്ങളുണ്ട്. ഹായ്, ഞാൻ അശ്വതി. എല്ലാവർക്കും ഡി ഫാമിലിയിലേക്ക് സ്വാഗതം. ഇന്ന് ബിരിയാണി മാത്രമല്ല സ്പെഷ്യൽ, ഇതാ ഉണ്ണിയേട്ടൻ്റെ വക നല്ല പള്ളിപ്പാളയം ചിക്കൻ, അതും കൂടിയാണ് ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ. ക്രിസ്മസ് ദിവസമാണ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ഒത്തിരി ലേറ്റ് ആവും, അപ്പോൾ അതും നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കണേ. എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ഉണ്ണിച്ചേട്ടൻ്റെ പള്ളിപ്പാളയം. മേക്കിങ്ങും അതുപോലെ ഇൻഗ്രീഡിയൻസും വളരെ കുറവുള്ളതും ഭയങ്കര ടേസ്റ്റ് ഉള്ളതുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഈ പള്ളിപ്പാളയം. അതിൻ്റെ ഇടയിൽ ഞാനിതാ ദമ്മിട്ട് വെച്ചേക്കുന്ന എൻ്റെ ബിരിയാണി ഇല പൊട്ടിച്ച് നോക്കുവാണ് കേട്ടോ. സംഭവം ഉരുളിയും സാധനവും പാത്രങ്ങളും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും എല്ലാത്തിനും അടപ്പുകൾ അത്ര അവൈലബിൾ അല്ല. അതുകൊണ്ട് കണ്ടെത്തിയൊരു മാർഗ്ഗമാണ് ഈ ഇലയിട്ട് ദമ്മിടൽ കേട്ടോ. കാര്യം ചീറ്റിപ്പോകുമെന്ന് വിചാരിച്ചെങ്കിലും നല്ല ആവിയൊക്കെ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു തുറക്കുന്ന സമയത്ത്. ശരിക്കും ചോറൊക്കെ നന്നായിട്ട് വെന്ത് നല്ലൊരു മലബാറി ബിരിയാണി തന്നെ കിട്ടി. എന്തായാലും സംഗതി പൊളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉരുളിയിലും നമുക്ക് ഇതുപോലെ നല്ല കിഡിലൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാം. അതിനിപ്പോൾ ഉരുളിക്ക് പാകമുള്ള അടുപ്പൊന്നും വേണ്ട എന്നുള്ളത് ഇതിലൂടെ എനിക്ക് മനസ്സിലായി. അച്ഛൻ്റെ മേൽനോട്ടത്തിൽ അടുപ്പ് കത്തിച്ചു തന്നു, അമ്മയുടെ മേൽനോട്ടത്തിൽ പാത്രങ്ങളും സാധനങ്ങളും അടുപ്പത്തെത്തി. പിന്നെ അങ്ങോട്ട് ഞാനും പ്രീതിയും കൂടെ മൊത്തമായിട്ടൊരു കൈപ്പണിയായിരുന്നു കേട്ടോ, വെറും കൈപ്പണി. അങ്ങനെ ആ ഉരുളി ബിരിയാണിയോടുകൂടി അടുപ്പത്ത് നിന്ന് തട്ടേ കയറി. അടുത്തത് ഉണ്ണിച്ചേട്ടൻ്റെ പള്ളിപ്പാളയമാണ്. വറ്റൽ മുളകും ചെറിയുള്ളിയും അതുപോലെ കുറച്ച് തേങ്ങാക്കൊത്തും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും, അങ്ങനെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഇട്ടുകൊണ്ട് ഉണ്ടാക്കുന്ന നല്ലൊരു ഒത്തൻറ്റിക് ആയിട്ടുള്ള പള്ളിപ്പാളയം റെസിപ്പി. ഇത് ഉണ്ണിച്ചേട്ടൻ ഉണ്ടാക്കുന്നതിന് മുന്നേ നന്നായിട്ട് കഷ്ടപ്പെട്ട് ഹോംവർക്കൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ആള്. ചക്ക വീണ മുയൽ ചാവുന്ന പോലെയൊന്നും അല്ല കേട്ടോ. ചില ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ നല്ലപോലെ കഷ്ടപ്പെട്ട് അതുപോലെ തന്നെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കും മിക്കപ്പോഴും അങ്ങനെ പാളി പോവാറില്ല, നല്ല റിസൾട്ട് തന്നെ കിട്ടാറുണ്ട്. എന്താ പള്ളിപ്പാളയം നന്നായിട്ട് തന്നെ വരുന്നുണ്ട്, കുറച്ചുകൂടെ കളറൊക്കെ ഒന്ന് മാറി വരും. അപ്പോൾ വറ്റൽമുളകും ചെറിയ ഉള്ളിയും ഇഞ്ചി ഗാർലിക് പേസ്റ്റും നമ്മുടെ ബോൺലെസ് ചിക്കൻ പീസസ് ആണ് ഇതിന് ഉപയോഗിക്കുന്നത്. എല്ലാം ഇട്ടതിന് ശേഷം അങ്ങ് വട്ടിപ്പൊത്തി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നല്ല മണം വരും കേട്ടോ. അത് തന്നെയാണ് അതിൻ്റെ റെഡി ആയോ എന്നുള്ള പാകം. ഒത്തിരി വെള്ളമൊന്നുമില്ല ഇതിനകത്ത്, ആ ചിക്കനിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന വെള്ളം വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കണം. വേണ്ട പോലെ തേങ്ങാക്കൊത്തും ഇഷ്ടം പോലെ വാരിക്കോരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കഴിക്കാനാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. കോയമ്പത്തൂരിൽ നിന്ന് കടയിൽ നിന്നൊക്കെ ചോറിന് വാങ്ങിച്ച് കഴിക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് മാത്രം ഒരുപാട് തമിഴ്നാടൻ മസാലയുടെ ടേസ്റ്റ് ഒന്നും വരാറില്ല കേട്ടോ. ഒരുപാട് സ്പൈസസ് ഒന്നും ഇവരതിൽ ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മലയാളികൾക്കും നല്ലപോലെ ഇഷ്ടപ്പെടും. ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കണ്ടോ, നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ടായിരുന്നു. ആ ചിക്കനേക്കാളും ഏറ്റവും ടേസ്റ്റ് അത് എടുത്ത് കഴിക്കാൻ തോന്നിക്കൊണ്ടിരുന്നത് നമ്മുടെ തേങ്ങാക്കൊത്തായിരുന്നു കേട്ടോ. കുറച്ചുകൂടെ നീളത്തിലാണ് അന്നൊക്കെ കറിയിൽ നിന്ന് പുറത്തുനിന്നൊക്കെ കഴിക്കുമ്പോൾ കിട്ടാറ്. റിഫ്ലക്ഷനോട് കൂടി ടീഷർട്ട് ഇട്ട് ആ കഴിക്കുന്ന സാറ്റിസ്ഫാക്ഷൻ കണ്ടോ, ആ ഉണ്ടാക്കിയതിൻ്റെ സന്തോഷവും ഒക്കെ ഉണ്ട് ആളുടെ മുഖത്ത്. അങ്ങനെ ക്രിസ്മസ് സ്പെഷ്യൽസ് ദാ ഇവിടെ തുടങ്ങുവാണ് കേട്ടോ, ഈ ഡൈനിങ് ടേബിളിൽ. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? അടുത്ത താനിക്കുട്ട ഉണ്ണിച്ചേട്ടൻ്റെ പള്ളിപ്പാളയം നോക്കിയേ, വലിയച്ഛൻ്റെ പള്ളിപ്പാളയം ടേസ്റ്റ് ചെയ്ത് നോക്ക്, എന്നിട്ട് പറ. ഇടുക്ക ഒരെണ്ണം കൊരങ്ങ് പോവടുത്ത്. അമ്മ ഉണ്ണിച്ചേട്ടൻ്റെ പള്ളിപ്പാളയം പുളിയല്ലേ? ഉണ്ണിച്ചേട്ടൻ്റെ പള്ളിപ്പാളയം ആദ്യക്കൂട്ട. ആ ഒന്നുകൂടെ കട്ട് ചെയ്തെടുക്കും. ആദ്യക്കൂട്ട അച്ഛൻ്റെ പള്ളിപ്പാളയം ടേസ്റ്റ് ചെയ്യേ. എങ്ങനെയുണ്ട് തന്നെയും ടേസ്റ്റ് സൂപ്പറാണോ? ആദ്യം കൂടെ പറ. നീ പറയണ്ട, എന്നോട് ഞാൻ ആദ്യം ചോദിച്ചാൽ വേണ്ട വേണ്ട പണങ്ങണ്ട. എങ്ങനെയുണ്ട്? പൊളിയാണോ? ഇഷ്ടപ്പെട്ടോ?
പ്രീതയ്ക്ക് സ്പോട്ടിൽ നാണം വന്നുകൊണ്ട് ഒത്തിരി വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ ഉണ്ണിച്ചേട്ടൻ്റെ പള്ളിപ്പാളൻ ചിക്കൻ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമായിട്ടാ. കുട്ടികളും എല്ലാവരും കഴിച്ചു. ഇച്ചിരി എരിവുണ്ടായിരുന്നു. അത് ആ വറ്റൽമുളകിൽ നിന്ന് നമ്മൾ സീഡൊക്കെ കളഞ്ഞതിന് ശേഷമാണ് മുളക് ഇട്ടത്. എന്നാലും നല്ല എരിവ് തോന്നിയിരുന്നു കേട്ടോ. അങ്ങനെ ബിരിയാണിയൊക്കെ വിളമ്പൽ തുടങ്ങി. ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. അന്ന് ക്രിസ്മസ് ആയിരുന്നു. ക്രിസ്മസിന് വൈകുന്നേരം നമുക്ക് മലയാറ്റൂർ പള്ളിയുടെ താഴെ നമ്മുടെ നക്ഷത്ര തടാകമൊക്കെ കാണാൻ പോകണം. അവിടെ ഒരു കാർണിവൽ പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വലിയ പപ്പാനീനെ വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പോകാനുള്ള തയ്യാറെടുപ്പായി. പിന്നെ വൈകിട്ട് ബിരിയാണിയൊക്കെ കഴിഞ്ഞ് കുറച്ച് സ്വീറ്റായിട്ട് എന്തെങ്കിലും കഴിക്കണ്ടേ നോക്കുമ്പോൾ കുറേ പ്ലം കേക്ക് ചുറ്റൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഇങ്ങനെയാണ് ഓരോ വിശേഷങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഭക്ഷണമൊക്കെ ഷെയർ ചെയ്യും. ഓണത്തിനാണേലും വിഷുവിനാണേലും ഒക്കെ പായസമൊക്കെ അങ്ങോട്ടൊക്കെ കൊടുക്കാറുമുണ്ട്. അതുപോലെ അവരും തന്നെ ക്രിസ്മസിനൊക്കെ നല്ല കേക്കൊക്കെ വാങ്ങിച്ചു കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. പ്ലം കേക്കൊക്കെ വെച്ച് ഞങ്ങളൊരു സ്വീറ്റും സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ഈ കൊച്ചു ക്രിസ്മസ് വിശേഷം വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എനിവേ ബൈ ബൈ.